എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു പുതിയ പ്രോപ്പർട്ടി കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാൻ നിൽക്കുന്നത് തമ്മനം പുല്ലേപ്പടി റോഡിലാണ്. എൻ്റെ പിന്നിലായി കാണുന്ന ആ റോഡ് ചിറ്റൂർ റോഡാണ്. മൈമൂൺ തിയേറ്ററിന് സമീപം ഏതാണ്ട് ആ റോഡിൽ നിന്ന് 50 മീറ്റർ അടുത്തായാണ് ഈ പ്രോപ്പർട്ടി. 6 മീറ്ററിലധികം വീതിയുള്ള വഴി ഏതാണ്ട് ഒരു 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് വശത്തായാണ് ആ പ്രോപ്പർട്ടി. ഈ വീട് ചിലർക്കൊക്കെ പരിചിതമായിരിക്കും. കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന പേരും പുഷ്യരാഗം എന്ന് പറയുന്ന വീട്ടുപേരും ഒക്കെ പലർക്കും സുപരിചിതം തന്നെയായിരിക്കും. തൊട്ട് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെൻട്രൽ പിക്ചേഴ്സിന്റെ ഒരു ആസ്ഥാനം കൂടിയായിരുന്നു ഈ ബിൽഡിങ്. ഈ ബിൽഡിങ്ങും വസ്തുവും എല്ലാം കൂടെ ചേർന്ന് 12 സെന്റ് സ്ഥലം ഉണ്ട്. ഈ മണ്ണിനും വീടിനും ഒക്കെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. കേരളത്തിന് തന്നെ അഭിമാനമായ, അല്ലെങ്കിൽ എറണാകുളത്തിന്റെ സ്വന്തം പരേതനായ എക്സ് റെയിൽവേ മിനിസ്റ്റർ പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ വീട് കൂടിയാണിത്. അദ്ദേഹത്തിന്റെ മകനാണ് രാമചന്ദ്രൻ സാറ്. വിശാലമായ സ്പേസ് ഉണ്ട്. 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് നിലനിൽക്കുന്നത്. 1960കളിലെ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന് ക്ഷയമൊന്നുമില്ല, പക്ഷേ ഒരു ഔട്ട്ലുക്ക് ഒക്കെ ഒരു പഴയ മോഡിൽ തന്നെ നിൽക്കുന്നു. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഹൈക്കോർട്ട് ഉള്ളത്. ഹൈക്കോർട്ട് മാത്രമല്ല, കേരളത്തിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് കോളേജ്, സ്കൂൾസ് എല്ലാം ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട്. പുല്ലേപ്പടിയുടെ കണക്ടിവിറ്റിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബാനർജി റോഡ്, അതുപോലെ MG റോഡ് എല്ലാം കണക്റ്റഡ് ആണ്, ആക്സസ് ആണ്. ഒരു ക്വയറ്റ് ഏരിയ ആണ്. ശരിക്കും നമുക്കൊരു ഗ്രഹാന്തരീക്ഷം ഇതിന് 2 തരത്തിൽ കാണാം. റെസിഡൻഷ്യൽ കം ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. ഏത് തരത്തിലാണോ നമുക്ക് ഈ സ്ഥലം യൂസ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്കിത് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. 12 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലാണ് ബിൽഡിംഗ് നിൽക്കുന്നത്. അതിന് മുമ്പിലായിട്ട് ഫ്രണ്ടേജ് ഇത്രയും ഉണ്ട്. ഇതിന്റെ ഏരിയൽ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുല്ലേപ്പടിയിൽ 12 സെന്റ് സ്ഥലത്തായി വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.